മൈ ഡിയർ സ്റ്റുഡൻസ്, ഡോക്ടർ ജെയിംസ് ടൈലർ കെൻ്റ് രചിച്ച ലെക്ചേഴ്സ് ഓൺ ഹോമിയോപ്പതിക് മെറ്റീരിയം പഠിക്കുക എന്ന പുസ്തകത്തെ ആധാരമാക്കിയുള്ള ഈ പ്രോഗ്രാമിലേക്ക് നിങ്ങൾക്കേവർക്കും വീണ്ടും സ്വാഗതം. ഈ പരമ്പരയുടെ 235 എപ്പിസോഡിൽ കാലി കാർബോണിക്കം എന്ന അധ്യായത്തിൻ്റെ 5-ാം ഭാഗമാണ് നമ്മൾ പരിഗണിക്കുന്നത്. ഈ ഭാഗത്ത് കരളുമായിട്ടും വയറുമായിട്ടും വിശേഷിച്ച് അടിവയർ ബന്ധപ്പെട്ട കാലികാർബിൻ്റെ ലക്ഷണങ്ങളാണ് കെൻ്റ് വിശദീകരിക്കുന്നത്. എന്നാൽ അതിനേക്കാളൊക്കെ സുപ്രധാനമായി വയറ്റിലെ കാളൽ പോലുള്ള വേദനയെക്കുറിച്ച് പറയുമ്പോൾ, അതിൻ്റെ ചികിത്സയെക്കുറിച്ച് പറയുമ്പോൾ വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ കെൻ്റ് ഇവിടെ വിശദീകരിക്കുന്നുണ്ട്. അതായത് ഒരു ക്രോണിക് മയാസത്തിൻ്റെ ഫലമായി ഉണ്ടാകുന്ന ഒരു അക്യൂട്ട് കണ്ടീഷൻ, ആ അക്യൂട്ട് കണ്ടീഷനിൽ ഏത് തരത്തിൽ നമ്മൾ അതിനെ സമീപിക്കണം. അവിടെ ഉചിതമായ ഒരു അക്യൂട്ട് മെഡിസിൻ കൊടുക്കുന്നതിന് പകരം ഒരു ക്രോണിക് മെഡിസിൻ, അതിൻ്റെ കറക്റ്റായിട്ടുള്ള ക്രോണിക് മെഡിസിൻ കൊടുത്താൽ എന്ത് സംഭവിക്കും? ഇനി അക്യൂട്ട് സ്റ്റേജിന് അനുകൂലമായിട്ടുള്ള എന്നാൽ അയാളുടെ ക്രോണിക് കണ്ടീഷനെ യോജിക്കാത്ത ഒരു ക്രോണിക് മെഡിസിൻ കൊടുത്താൽ എങ്ങനെ ഉണ്ടാകും? അങ്ങനെ ചികിത്സയിൽ നേരിടാവുന്ന ചില സൈദ്ധാന്തികമായ പ്രായോഗികമായ ചില സംശയങ്ങൾ അല്ലെങ്കിൽ വിഷമസന്ധികൾ, അവയിൽ എങ്ങനെ മുന്നോട്ട് നീങ്ങണം എന്നതിനെക്കുറിച്ചുള്ള വളരെ മനോഹരമായ, വളരെ പ്രൊഫൗണ്ടായിട്ടുള്ള വിശദീകരണം കോളോസിന്തും ബെല്ലഡോണയും ഒക്കെയായിട്ട് താരതമ്യം ചെയ്തുകൊണ്ട് കെൻ്റ് പറയുന്നുണ്ട്. 2-3 ഓപ്ഷൻസ്, 2-3 സാഹചര്യങ്ങളിൽ വ്യത്യസ്തമായ സാധ്യതകൾ. വാസ്തവത്തിൽ എൻ്റെ കയ്യിൽ കിട്ടിയ ഓർഗാൻ ഓഫ് മെഡിസിൻ ടെക്സ്റ്റ് വായിക്കുന്ന കാലത്ത് അതിൻ്റെ ആഫ്രസത്തിലാണോ അല്ലെങ്കിൽ അതിൻ്റെ കമൻട്രീസിലാണോ ധാരാളം കമൻട്രീസും സ്റ്റഡീസും ആ ഒരു എഡിഷൻ ഉണ്ടായിരുന്നു. ഈ ബെല്ലഡോണയും കൽക്കറിയും തമ്മിലുള്ള താരതമ്യം, ബെല്ലഡോണ അക്യൂട്ട് കണ്ടീഷനിൽ 1, 2, 3 തവണ ആക്ട് ചെയ്യും, പിന്നെ അത് ആക്ട് ചെയ്യില്ല. അപ്പോൾ ക്രോണിക് മെഡിസിൻ കൊടുക്കുക. അപ്പോൾ ഒരു ഡിസീസിൻ്റെ ക്രോണിക് നേച്ചറിനെ കുറിച്ചും അതിനെ മാറ്റേണ്ട ഇതിൻ്റെ ആവശ്യകതയെക്കുറിച്ചൊക്കെ വിശദീകരിക്കുമ്പോഴാണ്. അപ്പോൾ ബെല്ലഡോണ എന്താണ്, കൽക്കറി എന്താണെന്ന് അറിയാൻ പാടുള്ള സാഹചര്യത്തിൽ വായന മുന്നോട്ട് നീങ്ങാൻ വേണ്ടിയുള്ള തെരച്ചിലിനൊടുവിലാണ് എറണാകുളം പബ്ലിക് ലൈബ്രറിയിൽ നിന്ന് തന്നെ ക്ലാർക്കിൻ്റെ ഡിക്ഷണറിയുടെ 3 വോള്യൂംസും പിന്നെ കെൻറ്റിൻ്റെ ലെക്ചേഴ്സും എൻ്റെ കിട്ടുന്നത്. അപ്പോൾ ഏതാണ്ട് അതിന് സമാനമായൊരു വിശദീകരണമാണ് ഈ അബ്ഡോമിനൽ കോളിക്കിനുമായിട്ട് ബന്ധപ്പെട്ട് കോളോസിന്തിനെയും കാലി കാർബണിനെയും താരതമ്യം ചെയ്തുകൊണ്ട് കെൻ്റ് നടത്തുന്നത്. വളരെയധികം ഉപകാരപ്രദമായ വിശദീകരണമാണ്. നമുക്ക് അതിലേക്ക് കടക്കാം. ദർ ആർ മെനി ഓൾഡ് ക്രോണിക് ലിവർ സബ്ജക്ട്സ് ഹു ടോക്ക് അബൌട്ട് നത്തിങ് എൽസ് ബട്ട് ദ ലിവർ. കരളിൻ്റെ പ്രശ്നങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്ന കുറേ ആളുകൾ, അവർ കരളിനെക്കുറിച്ചേ സംസാരിക്കൂ, കരളിൻ്റെ പ്രശ്നത്തെക്കുറിച്ചേ സംസാരിക്കൂ. അതിൽ നിന്നും എത്രമാത്രം അതുമായിട്ട് ബന്ധപ്പെട്ട് ബുദ്ധിമുട്ടുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം. Every time they go to the doctor's office, they talk about the liver and about a condition of fullness in the region of the liver and pain through the right shoulder blade and up through the right side of the chest, with a good deal of oppression and distension, vomiting of bile and a good deal of stomach disorder, fullness after eating, attacks of diarrhea alternating with constipation lasting for many days with great straining at stool. കരളിൻ്റെ ആ പ്രശ്നത്തെക്കുറിച്ച് പറഞ്ഞ് എത്രത്തോളം സുദീർഘമായൊരു വാചകമാണെന്ന് നോക്കുക. അത്രയ്ക്ക് പ്രയാസങ്ങൾ. അത് ഓരോ തവണയും ഈ രോഗി ഡോക്ടറെ അടുത്ത് പോകുമ്പോൾ അയാൾ പറയുന്ന പ്രശ്നങ്ങൾ, കരളിൻ്റെ ഭാഗത്ത് ആകെ നിറഞ്ഞു വിങ്ങിയിരിക്കുന്ന പോലുള്ള അനുഭവം, വലത് തോളലിൻ്റെ ഷോൾഡർ ബ്ലേഡിലൂടെ കടന്നു പോകുന്ന കട്ടിങ് പെയിൻ, അത് നെഞ്ചിൻ്റെ വലതുവശം വരെ അതെത്തും. അതിനോടൊപ്പം വളരെയധികം ഒപ്രഷൻ ആൻഡ് ഡിസ്റ്റൻഷൻ, വല്ലാതെ വീർത്തുകെട്ടി വയറ് വല്ലാതെ പ്രയാസപ്പെട്ടിരിക്കുന്നൊരവസ്ഥ, കയ്പ് വെള്ളം, ഛർദ്ദിക്കൽ, വയറിൻ്റെ ഒരുപാട് പ്രശ്നങ്ങൾ, ആഹാരം കഴിച്ച ഉടനെ നിറഞ്ഞ് വിങ്ങിയ പോലത്തെ ഒരവസ്ഥ,
വയറിളക്കം, അതിനിടയ്ക്ക് മലബന്ധം, ഇത് ദിവസങ്ങളോളം അതിങ്ങനെ മലബന്ധം നീണ്ടു നിൽക്കും. വളരെ സ്ട്രെയിൻ ചെയ്തിട്ട് മലം പോവുകയുള്ളൂ. ഇത്തരം പ്രശ്നങ്ങളെല്ലാം ഒരുമിച്ച് ഒരാളെ ബുദ്ധിമുട്ടിക്കുന്നൊരവസ്ഥ. അതുകൊണ്ട് അയാൾ ആരടുത്ത് പോയാലും കരളിൻ്റെ പ്രശ്നങ്ങളെക്കുറിച്ച് പറയൂ. പീരിയോഡിക്കൽ ബിലിയസ് അറ്റാക്സ് വെൻ എ കോൺസ്റ്റിപ്പേറ്റഡ് സ്റ്റേറ്റ് ഈസ് പ്രസൻറ്റ്, കനോട്ട് ലൈ ഡൗൺ അറ്റ് നൈറ്റ്, ഡിഫിക്കൽട്ട് ബ്രീത്തിങ് അറ്റ് നൈറ്റ് അറൗണ്ട് അറ്റ് 3 o'clock in the morning. ബിലിയസ് അറ്റാക്ക് ഒരു പഴയൊരു പ്രയോഗമാണ്. ഈ തലവേദനയും അടിവേറുള്ള വേദനയും മലബന്ധവും ഒക്കെ ആയിട്ട് വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്നൊരവസ്ഥ. അതിനോടൊപ്പം ഒരു മലബന്ധത്തിൻ്റെ അവസ്ഥ വളരെ പ്രൊവലൻ്റ് ആയിട്ടുണ്ടെങ്കിൽ അയാൾക്ക് രാത്രി കിടക്കാൻ പറ്റില്ല, കിടന്നുറങ്ങാൻ പറ്റില്ല. കാരണം ശ്വസിക്കാൻ പ്രയാസം ഉണ്ടാകും. വിശേഷിച്ചും പുലർച്ചെ 3 മണിക്ക് കാലിക്കാർബിൻ്റെ സമയം, എസ്പെഷ്യലി വെൻ ഇറ്റ് ഈസ് ഇൻ എ പേഷ്യൻറ്റ് ഓവർ സെൻസിറ്റീവ് കോൾഡ് ഡാം വെതർ. അപ്പോൾ കാലിക്കാർബിൻ്റെ തന്നെ നേച്ചർ തണുപ്പിനോടും ഈർപ്പമുള്ള കാലാവസ്ഥയോടും ഓവർ സെൻസിറ്റീവ് ആയിട്ടുള്ള രോഗിയാണെങ്കിൽ അയാൾക്ക് ഈ മലബന്ധവും മറ്റുമൊക്കെ ഒന്ന് പ്രയാസപ്പെട്ടിട്ട് രാത്രി കിടക്കാൻ പറ്റില്ല. പുലർച്ചെ 3 മണിയാകുമ്പോൾ ശ്വാസം മുട്ടലൊക്കെ ആയിട്ട് ഉണരും. വൺ ഹു വാണ്ട്സ് ടു സിറ്റ് ബൈ ദ ഫയർ അറ്റ് ഓൾ ദ ടൈം. അപ്പോൾ തണുപ്പിനോടും ഈർപ്പത്തോടും സെൻസിറ്റീവാണ്, മാത്രമല്ല എപ്പോഴും ചൂട് പിടിക്കണം. ഇപ്പോൾ ഫയർ പ്ലേസിലിരിക്കുക എന്ന് പറയുന്ന ഒരു തണുപ്പ് രാജ്യത്ത്, നമ്മളെ സംബന്ധിച്ചോളം എപ്പോഴും ചൂടുള്ള വസ്ത്രങ്ങൾ ധരിക്കണമെന്നോ ചൂടുള്ള മുറിയിലിരിക്കണമെന്നൊക്കെയുള്ള ആഗ്രഹം എന്ന് നമുക്ക് വിശദീകരിക്കാൻ പറ്റുമത്. ദീസ് ലിവർ സബ്ജക്റ്റ് ആർ ഓഫൺ thoroughly cured by കാലിക്കാർബ്. ഇങ്ങനെ കരളുമായിട്ട് ബന്ധപ്പെട്ട് ഇത്തരം പ്രശ്നങ്ങളുള്ള ഈ കോൺസ്റ്റിറ്റ്യൂഷണൽ കണ്ടീഷനുള്ളവരെ മിക്കവാറും തന്നെ കാലിക്കാർബ് പൂർണ്ണമായിട്ടും സുഖപ്പെടുത്തും. Sometimes they have been resorting to all sort of liver tapping, taking such medicines as purge or cause vomiting, drugs that really aggravate the trouble. അപ്പോൾ ഇങ്ങനെയുള്ള ആളുകൾ ഇപ്പോൾ പഴയ സിസ്റ്റം അനുസരിച്ചാണ് പറയുന്നത്, ലിവർ ടാപ്പിങ്സ് ഇപ്പോഴും ചെയ്യുമായിരിക്കും. സർജറി ചെയ്ത് ട്യൂബൊക്കെ ഇട്ടിട്ട് കരളിൽ കെട്ടിക്കിടക്കുന്ന ഫ്ലൂയിഡ്സും മറ്റുമൊക്കെ കളയുന്ന ഏർപ്പാട്, പർജിങ് ഉണ്ടാക്കാൻ, മലബന്ധത്തിന് വരുമ്പോൾ വയറിളക്കാനുള്ള മരുന്നുകൾ, ഛർദ്ദിപ്പിക്കാനുള്ള മരുന്നുകൾ, ഇതൊക്കെ കൊടുക്കും. ഇതൊക്കെ കൊടുത്തത് കൊണ്ട് അയാളുടെ കരളിൻ്റെ പ്രശ്നങ്ങൾ ആകെ കുഴപ്പത്തിലാകുകയും വർദ്ധിക്കുകയുള്ളൂ. പക്ഷേ കാലിക്കാർബ് ഗോസ് ടു ദ ബോട്ടം ഓഫ് ദ കേസ്. പക്ഷേ അതിൻ്റെ ടോട്ടാലിറ്റി വെച്ചുകൊണ്ട് കാലിക്കാർബ് ഇൻഡിക്കേറ്റ് ചെയ്താൽ, അത് കൊടുത്താൽ, ഉചിതമായ ഡോസിൽ കൊടുത്താൽ ആ രോഗാവസ്ഥയുടെ അടിവേര് വരെ പോയി അടിവേര് പറിച്ചെടുക്കും എന്നാണ് പറയുന്നത്. ആൻഡ് റൂട്ട്സ് ഓഫ് ദ ഈവിൾ, അതിൻ്റെ അതിൽ കാരണമായ ക്രോണിക് കണ്ടീഷനെ, സോറയെ, അതിനെ അടിയോടെ വേരോടെ പിഴുതെടുത്ത് കളയും. ഇൻ ദ അബ്ഡോമൻ വി ഹാവ് മെനി കാലിക്കാർബ് സിംറ്റംസ്. പേഴ്സൺസ് സബ്ജക്ട് ടു റിപ്പീറ്റഡ് അറ്റാക്സ് ഓഫ് കോളിക്കിറ്റാലിസ് ആണ് കട്ടിംഗ് പെയിൻസ് വിത്ത് ഡിസ്റ്റൻഷൻ, വിത്ത് പെയിൻ ആഫ്റ്റർ ഈറ്റിംഗ്, കോൺസ്റ്റിപ്പേഷൻ ഓർ ഡയറിയ. നേരത്തെ കണ്ടത് തന്നെയാണ്. മലബന്ധം, വയറിളക്കം ഓൾട്ടർനേറ്റ് ചെയ്ത് വരും. വയറ് വീർത്തുകെട്ടൽ, ആഹാരം കഴിച്ച ശേഷം വേദന, കോളിക്ക്, കഠിനമായ വയറ് കാളുന്ന വേദന, ഇടവിട്ട് വരുന്ന വേദന. ഈ കോളിക്കാണ് ഇവിടെ പ്രധാനമായിട്ടും എടുത്തു പറയുന്നത്, ഇറ്റാലിക്സ് കൊടുത്തിരിക്കുക. കോളിക് വിത്ത് കട്ടിങ് ടിയറിങ് പെയിൻസ്, ഡബിളിങ് ഹിം അപ്പ്. വലിച്ചു കീറുന്ന, വെട്ടിമുറിക്കുന്ന ഈ കോളിക്ക് കൊണ്ട്, ഈ വേദന കൊണ്ട് ഇയാളിങ്ങനെ രണ്ടായിട്ട് വളഞ്ഞു പോകും. പല മരുന്നുകളും നമ്മൾ കാണുന്നുണ്ട് ഡബിളിങ് അപ്പ്. ഞാൻ നേരത്തെ ഒരു കേസ് പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനെ ഡബിളിങ്ങിൻ്റെ സഹപ്രവർത്തക ഈ ഡബിളിങ് അപ്പ് കണ്ടിട്ട് ഞാൻ ഡോക്ടർ ജംബാബുവിൻ്റെ അടുത്ത് കൊണ്ടുപോയി. അത് നെട്രന്യൂറോ കേസായിരുന്നു. പൂർണ്ണമായിട്ട് സുഖപ്പെട്ടു. അവിടെ ഒത്തിരി പ്രശ്നങ്ങൾ, ഗൈനിക് പ്രശ്നങ്ങളൊക്കെ മാറിപ്പോയി. ഈ ഡബിളിങ് അപ്പ് എന്ന് പറയുന്നത് കാലിക്കാർബിലും വരുന്നുണ്ട്. അത്രയ്ക്ക് ആ പ്രഷർ കൊണ്ട് റിലീഫ് എന്ന് പറഞ്ഞാൽ മതി. നമ്മൾ നേരത്തെ കണ്ടല്ലോ, കോൺസ്റ്റന്റ് പ്രഷർ കൊണ്ട്, നല്ല ഹാർഡ് പ്രഷർ കൊണ്ട് റിലീഫ് ഉണ്ട്. കമ്മിങ് ഓൺ എവറി ലിറ്റിൽ വൈൽ, ഇടക്കിടക്ക് ഇങ്ങനെ കുറച്ച് വന്നുകൊണ്ടിരിക്കും. ട്രമൻഡസ് ഫ്ലാറ്റുലൻസ്, വല്ലാതെ വായു വീർത്തുകെട്ടൽ. വെൻ ദ അറ്റാക്ക് ഓഫ് കോളിക് ഈസ് ഓൺ, ഇറ്റ് മൈ റിമൈൻഡ് യു ഓഫ് കോളോസിൻസ്. ഈ കോളിക്കിൻ്റെ അറ്റാക്ക് വരുമ്പോൾ സാധാരണഗതിയിൽ ഓർക്കുന്നത് കോളോസിൻസിനെ കുറിച്ചായിരിക്കും, ഒരു അക്യൂട്ട് മെഡിസിൻ. ഇവിടെയാണ് എൻ്റെ ആ ഒരു അക്യൂട്ട് മെഡിസിനും ക്രോണിക് മെഡിസിൻ്റെയും ആപ്ലിക്കേഷനെ കുറിച്ചുള്ള ആ ഒരു തിയറട്ടിക്കൽ ആസ്പെക്റ്റിനെ അദ്ദേഹം ഒരു പ്രായോഗിക വെളിച്ചത്തിൽ വിശദീകരിക്കുന്നത്. ഓർ സം അതർ ഓഫ് ദ അക്യൂട്ട് റെമഡീസ് ദാറ്റ് ക്യൂർ കോളിക് ഇൻ 2 or 3 minutes. കോളോസിന്തോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഔഷധമോ 2 or 3 മിനിറ്റിനകം ആ ഒരു കോളിക്കിനെ മാറ്റും. ബട്ട്
You will find that these acute remedies that relieve colic so speedily, when given the second or third time, do not produce so marked an effect. ആദ്യം നന്നായിട്ട് എഫക്റ്റ് ചെയ്തു, രണ്ടാമത് കൊടുത്തു അപ്പോഴും എഫക്റ്റ് ചെയ്തു, മൂന്നാമത് കൊടുത്തു താമസിച്ചു പൂർണ്ണമായിട്ടും പോയില്ല, നാലാമത് കൊടുത്തു മാറുന്നില്ല. ഈ ഒരു കണ്ടീഷൻ. ബെൽഡോണയെക്കുറിച്ചും ഇതേ ഒരു വിശദീകരണം പറയുന്നുണ്ട്. അങ്ങനെ വരുമ്പോഴാണ് ക്രോണിക് മെഡിസിനെ കുറിച്ച് ചിന്തിക്കേണ്ടത്. യു വിൽ ഫൈൻഡ് ഇറ്റ് നെസറി ടു ഹണ്ട് ഫോർ ആൻ ആൻറ്റിസോറിക്. ഒരു ആൻറ്റിസോറിക്കിന് വേണ്ടി ശ്രമിക്കുക, ഹണ്ട്, അതിനുവേണ്ടി വേട്ടയാടുക, കഠിനമായിട്ട് പരിശ്രമിക്കുക. ഹണ്ടിങ് വളരെ ശ്രദ്ധാപൂർവം ജാഗ്രതയോട് പരിശ്രമിക്കണം. വെറുതെ തിരഞ്ഞാൽ കിട്ടില്ല. വെറുതെ തിരഞ്ഞാൽ, കാഷ്വലായിട്ടൊരു ആൻറ്റിസോറിക്കിന് വേണ്ടി തിരഞ്ഞാൽ പലപ്പോഴും തെറ്റിപ്പോവും. പലപ്പോഴും ഹോമിയോപ്പതിയിലെ ദീർഘകാലത്തെ പഠനത്തിനും മറ്റുമൊക്കെ ശേഷം പലരും പരാജയപ്പെട്ടു പോകുന്നതിൻ്റെ കാരണം ഇതാണ്, ഈ ഹണ്ടിങ് ഫോർ ആൻ ആൻറ്റിസോറിക്. ഈ കെന്റ് പറയുന്നത് വളരെ വാക്കുകളുടെ ഉപയോഗം, അദ്ദേഹം ഒരു ഇംഗ്ലീഷുകാരനാണ്, ആ വാക്കുകളുടെ ഉപയോഗം നമ്മൾ സാധാരണ നമ്മൾ ഇന്ത്യൻ ഇംഗ്ലീഷിൽ ഉപയോഗിക്കുന്ന ആ ഒരു ലാഘവത്തോടെ നമ്മൾ കാണരുത്. ഹണ്ടിങ് ഫോർ, ഒരു ആൻറ്റിസോറിക്കിന് വേണ്ടി ഒരു വേട്ടയാടലുകാരൻ ശ്രമിക്കുന്നത് പോലെ വളരെ ജാഗ്രതയോടി ഇടം വലം നോക്കി ശ്രമിക്കണം. അല്ലെങ്കിൽ ചെറിയ ജാഗ്രത കുറവുകൊണ്ട് കൃത്യമായിട്ടുള്ളൊരു ആൻറ്റിസോറിക്കിലേക്ക് എത്തില്ല. ഇറ്റ്സ് നെസറി, ഒരാവശ്യമാണ്. എ റെമഡി ദാറ്റ് വിൽ കൺട്രോൾ ദ വോൾ കേസ്, ആ രോഗാവസ്ഥയെ മുഴുവനായി സമഗ്രമായി നിയന്ത്രിക്കുന്ന ഒരു ഔഷധം. അതിനുവേണ്ടി നിങ്ങൾ ഹണ്ടിങ് തന്നെ നടത്തണം. ഇൻ ദ സ്റ്റഡി ഓഫ് ദ കോളിക് എലോൺ ഡ്യൂറിങ് ഹിസ് അറ്റാക്ക് യു ഓൺലി ഗെറ്റ് എ വൺ സൈഡഡ് വ്യൂ ഓഫ് ദ കേസ്. ഒരു കോളിക്കിൻ്റെ അറ്റാക്കിൻ്റെ സമയത്ത് വയറുകാളൽ അല്ലെ തലവേദന, അങ്ങനത്തെ ഒരു അക്യൂട്ട് അറ്റാക്കിൻ്റെ സമയത്ത് അതിൻ്റെ സിംറ്റംസ് ആ അക്യൂട്ട് ഡൊമൈനിൽ മാത്രം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ പറഞ്ഞ പോലെ അക്യൂട്ട് മെഡിസിൻസ് കൊളോസിന്തോ ബെൽഡോണയോ അങ്ങനെയുള്ള സാധനങ്ങൾ കൊടുക്കാം. പക്ഷെ അപ്പം കിട്ടുന്നത് ആ കേസിൻ്റെ ഒരു പാർഷ്യൽ വൺ സൈഡഡ് വ്യൂ ആണ്. ആ ക്രോണിക് കേസിൻ്റെ ആ ഒരു വോൾസം വ്യൂ അല്ല, ഒരു പാർഷ്യൽ വ്യൂ ആണ് കിട്ടുന്നത്. ആ പാർഷ്യൽ വ്യൂ കൊണ്ട് താൽക്കാലികമായ ഒരു ആശ്വാസം ഉണ്ടാകണം, അത് കൊടുക്കുകയും വേണം. പക്ഷെ അവിടെ കൊണ്ട് നിർത്തരുതെന്നുള്ളതാണ് ഇതൊക്കെ എൻ്റെ പിന്നീട് പറഞ്ഞു വരുന്നത്. ആൻഡ് ആഫ്റ്റർ ദ കോളിക് ഈസ് ഓവർ, ബ്രാക്കറ്റിൽ സേ ഹി ഹാസ് ബീൻ ക്യൂർഡ് ബൈ കോളോസിന്ത്. കോളിക്ക് മാറുന്നു, കോളോസിന്ത് കൊണ്ട് മാറുന്നു, അല്ല ബെൽഡോണയോ ഉചിതമായ മറ്റെന്തെങ്കിലും ഔഷധം കൊണ്ട് മാറുന്നു. യു നൗ സ്റ്റഡി ദ പേഷ്യൻറ്റ് ആൻഡ് ഗോ ഓവർ ദ കേസ്. ഇനി നിങ്ങൾ ആ രോഗിയെക്കുറിച്ച് പഠിക്കണം. പഠിക്കണമെന്ന് പറയാൻ നേരത്ത് രോഗി അങ്ങനെ ഇരുന്നു തരുമൊന്നുമില്ല. അസുഖം മാറി അവരങ്ങ് പോകും. അവരെക്കുറിച്ച് ബോധവൽക്കരിച്ച് അവരെ വീണ്ടും കൊണ്ടുവരണം. അതിനുവേണ്ടി കാര്യമായിട്ടുള്ള പരിശ്രമവും ബോധവൽക്കരണവും നമുക്ക് പലതരത്തിലും ആവശ്യമായിട്ട് വരും. അങ്ങനെ സ്റ്റഡി ചെയ്ത് കഴിഞ്ഞാൽ ആൻഡ് ബിഹോൾഡ്, നോക്കൂ, ഓൾ ദ സിംറ്റംസ് ആർ കവേർഡ് ബൈ കാലിക്കാർബ്. എല്ലാ ലക്ഷണങ്ങളും കാലിക്കാർബിനെ കൊണ്ട് കവർ ചെയ്യാൻ പറ്റി എന്ന് നിങ്ങൾ മനസ്സിലാക്കണം, എന്ന് നിങ്ങൾ കാണണം, നിങ്ങൾ ഉറപ്പുവരുത്തണം. ബിഹോൾഡ്, ഉറപ്പുവരുത്തണം. ഇത് കാലിക്കാർബിൻ്റെ കേസാണെങ്കിൽ, മറ്റൊന്നും കേസാണെങ്കിൽ അങ്ങനെ ഉറപ്പുവരുത്തണം. ഇത്രയും പരിശ്രമിച്ച് കഴിയുമ്പോഴേക്കും ഏതാണ്ട് കിട്ടി എന്നാണെന്ന് കൊടുത്തു കളയാം. അതൊരു ഈസിഗോ ചിന്താഗതി സ്വാഭാവികമായിട്ടും ആർക്കും ഉണ്ടാകും. പക്ഷേ ഒരു ഹോമിയോപ്പതിയുടെ കാര്യത്തിൽ അങ്ങനത്തെ ഒരു എളുപ്പവഴി, കുറുക്ക് വഴി പ്രായോഗികമല്ല. അത് തുടർച്ചയായ പരാജയത്തിലേക്ക് മാത്രമേ നയിക്കുകയുള്ളൂ. കോൺസ്റ്റിറ്റ്യൂഷണൽ മെഡിസിന് വേണ്ടി ഒരു ഹണ്ടിങ് തന്നെ നടത്തണം. അതിനുവേണ്ടി നിരവധി പുസ്തകങ്ങൾ റെഫർ ചെയ്യേണ്ടി വരും, കേസ് വീണ്ടും എടുക്കേണ്ടി വരും. അതൊക്കെ ചെയ്യാൻ സന്നദ്ധരാണ്. ഒന്ന് നോക്കുക, ഇന്നിപ്പോൾ കമ്പ്യൂട്ടറും റെപ്പർട്ടറൈസിങ് സോഫ്റ്റ്വെയറും ഒക്കെ ഉള്ളൊരു കാലഘട്ടത്തിൽ ഈ പ്രക്രിയ എത്രത്തോളം എളുപ്പമാണ്. AI വരുന്നു, അതിലേക്ക് എത്രത്തോളം എളുപ്പമാണ്. പണ്ട് ഈ പുസ്തകം വെച്ചുകൊണ്ട്, വലിയ കട്ടിയുള്ള പുസ്തകം വെച്ചുകൊണ്ട് പലപ്പോഴും ഉപയോഗിച്ച് താളുകൾ വിട്ടതായിരിക്കും ഈ റെപ്പർട്ടറിയൊക്കെ. അതൊക്കെ വെച്ചുകൊണ്ട് എത്രയോ കഷ്ടപ്പെട്ടിട്ടുണ്ട്. പാവച്ചേട്ടനൊക്കെ അങ്ങനെ ഇരുന്ന് ചെയ്യുന്നതിന് ഞാൻ സാക്ഷ്യം വഹിച്ച് ഞാൻ സഹായിച്ചു കൊടുത്തിട്ടുണ്ട്. സിംറ്റംസ് നോക്കി അതിൻ്റെ വാല്യൂ പറഞ്ഞു കൊടുക്കലും എഴുതലും മറ്റുമൊക്കെ വളരെ സമയമെടുക്കുന്ന 2-3 ദിവസങ്ങളൊക്കെ എടുക്കുന്ന പ്രക്രിയയായിരുന്നു അത്. പക്ഷെ അവരൊക്കെ അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ അത് ഈ പറഞ്ഞ പോലെ പാവച്ചേട്ടൻ പറയുമായിരുന്നു, വെടിയുണ്ട പോലെ അല്ലെങ്കിൽ ആറ്റം ബോംബിട്ട പോലെയാണ്. ഒരു ആറ്റം ബോംബ് ഇട്ട് കഴിഞ്ഞാൽ ആ ഉദ്ദേശിക്കുന്ന പ്രദേശം തരിപ്പണമായി പോകും, നിശേഷം പോകും, ഒന്നും ബാക്കിയുണ്ടാവില്ല. അതുപോലെ കൃത്യമായിട്ടുള്ള
ആ ഒരു ആൻറ്റി മിയാസ്മാറ്റിക് റെമഡി കൊടുത്താൽ ആ ഭാഗത്ത് ആ ക്രോണിക് മിയാസം ഇരുന്നതിൻ്റെ യാതൊരു ശേഷിപ്പും ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ കെന്നിയുടെ പറയുന്ന പോലെ ഇറ്റ് ഈസ് നെസറി ടു ഹണ്ട് ഫോർ ആൻ ആൻറ്റിസോറിക്. എപ്പോഴും ഓർത്തിരിക്കണം. ഇവിടെ എല്ലാ ലക്ഷണങ്ങളും ഇവിടെയാണെങ്കിൽ കാലിക്കാർബ് കവർ ചെയ്യുന്നു എന്ന് ഉറപ്പുവരുത്തുക. ആഫ്റ്റർ ഗിവിംഗ് ദാറ്റ് റെമഡി യു മേ എക്സ്പെക്ട് ദാറ്റ് ദ പേഷ്യൻറ്റ് വിൽ നോട്ട് ഹാവ് അനദർ അറ്റാക്ക്. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ അയാൾക്ക് ആ അക്യൂട്ട് കണ്ടീഷൻ്റെ മറ്റൊരു അറ്റാക്ക് വരില്ല എന്ന് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. സച്ച് ഈസ് ദ നേച്ചർ ഓഫ് കാലിക്കാർബ്. അതാണ് കാലിക്കാർബിൻ്റെ സ്വഭാവം. കാലിക്കാർബ് എന്ന് വെച്ചാൽ വളരെ ഒരു വൈറ്റാലിറ്റിയുടെ, ഒരു പേഷ്യൻറ്റിൻ്റെ വൈറ്റൽ എസൻസിൻ്റെ അന്തസ്സത്തിലേക്ക്, അതിൻ്റെ കോറിലേക്ക് അല്ലെങ്കിൽ അതിൻ്റെ അടിവേരിലേക്ക് ഒക്കെ പോകുന്നൊരു ഔഷധം. അതാണ് സച്ചാസ് കാലിക്കാർബ് എന്ന് പറയുന്നതാണ്. ദിസ് എ ഡീപ്പ് ആക്ടിങ്, ലോങ് ആക്ടിങ്, ഗോസ് ഡീപ്പ് ഇൻ ടു ലൈഫ്. ആഴത്തിൽ പ്രവർത്തിക്കുന്നു, സുദീർഘമായി പ്രവർത്തിക്കുന്നു, ജീവന്റെ അഗാധതകളിലേക്ക് പോകുന്നു. ഇറ്റ് ക്യൂവേഴ്സ് കണ്ടീഷൻ ഡ്യൂ ടു സോറയെ കൊണ്ടുള്ള പ്രശ്നങ്ങളെ ഇത് സുഖപ്പെടുത്തുന്നു. മനുഷ്യനെ, മാനവരാശിയെ ബാധിച്ച പ്രാഥമികമായ ആ ഒരു വൈറ്റൽ ഡിറേഞ്ച്മെൻറ്റ്, മാനവരാശിയെ രോഗഗ്രസ്തമാക്കിയ ആ ഒരു അനാരോഗ്യത്തിൻ്റെ, ക്രമരാഹിത്യത്തിൻ്റെ ഒരവസ്ഥ, അതിനെ കാലിക്കാർബ് സുഖപ്പെടുത്തും. ഇനി സോറ അല്ലെങ്കിൽ മറ്റു തരത്തിൽ ടു ദ സപ്രഷൻ ഓഫ് ഇറപ്ഷൻസ് ഇൻ ചൈൽഡ്ഹുഡ്. ശൈശവത്തിൽ ഇറപ്ഷൻസ് ചൊറിയുണ്ടാകുന്നു, അതിനെ സപ്രസ് ചെയ്യുന്നു. ഓയിൻമെൻറ്റ്സോ ഇഞ്ചക്ഷൻസോ കൊടുത്തുകൊണ്ട് സപ്രസ് ചെയ്യുന്നു. ഓർ ടു ദ ക്ലോസിംഗ് അപ്പ് ഓഫ് ഓൾഡ് അൾസേഴ്സ്. പഴയ വ്രണങ്ങളെ ഇതേപോലെ ഏതെങ്കിലും തരത്തിൽ പാച്ചപ്പ് ചെയ്ത് അതിനെ മറച്ചു വെക്കുന്നു. ആൻഡ് ഫിസ്റ്റുലസ് ഓപ്പണിങ്സ്, ഫിസ്റ്റുല അങ്ങനെയുള്ള അവസ്ഥകളെ അതിനെയും മെക്കാനിക്കലായിട്ടോ എക്സ്റ്റേണൽ ആപ്ലിക്കേഷൻ കൊണ്ടോ ക്ലോസ് ചെയ്യുന്നു. വിത്ത് എ ഹിസ്റ്ററി ഓഫ് ട്രബിൾസ് എവർ സിൻസ്. ഈ സംഭവങ്ങൾക്ക് ശേഷം ഉള്ള പ്രയാസങ്ങൾ, ഒരു ചൊറിയെ അല്ലെങ്കിൽ ഒരു വ്രണത്തെ അല്ലെങ്കിൽ ഒരു ഉള്ളിൽ നിന്ന് വരുന്നൊരു ഓപ്പണിങ്ങിനെ, ഫിസ്റ്റുലയെ ഒക്കെ പാച്ചപ്പ് ചെയ്തു, അതുമുതലുള്ള പ്രശ്നങ്ങൾ. ഓൾ ദീസ് വാണ്ടറിങ് പെയിൻസ് ആൻഡ് ദ ചില്ലിനെസ് ആർ എഗെയിൻ റിലീവ്ഡ് ബൈ ഇറപ്ഷൻസ്. അപ്പോൾ ഇങ്ങനെയുള്ള സപ്രഷൻ കൊണ്ട് ആണ് ഈ കാലിക്കാർബിൻ്റെ പേഷ്യൻറ്റിനെ സംബന്ധിച്ചോളാണെങ്കിൽ ഈ ചില്ലിനെസ്, എപ്പോഴും ചൂട് വേണം, പതച്ചും കൂടി ഇരിക്കണം എന്നുള്ള അവസ്ഥ, അത്തരം അവസ്ഥയെ റിലീവ് ചെയ്യും. എങ്ങനെ? ആ പഴയ ഇറപ്ഷൻ വീണ്ടും പ്രത്യക്ഷപ്പെട്ടുകൊണ്ട്. അത് ശ്രദ്ധിക്കുകയും വേണം, ഓർക്കുകയും വേണം. ട്രീറ്റ്മെൻറ്റിൻ്റെ കാര്യത്തിൽ വലിയൊരു പ്രശ്നം ഉണ്ടാക്കുന്ന, രോഗികൾ വിട്ടുപോകുന്ന ഒരു സാഹചര്യമാണ്. ഞാൻ ഈ പുസ്തകത്തെക്കുറിച്ചൊക്കെ പലരോടും പറയുമ്പോൾ ഇത് പറയുന്നതാണ്, ഇതൊക്കെ ചെയ്തിട്ട് ഇത്രയും കഷ്ടപ്പെട്ടിട്ട് ആ രോഗി വിട്ടുപോയാൽ എന്ത് ചെയ്യും? വേറെ ഒന്നും ചെയ്യാനില്ല. നമ്മളവരെ തുടക്കത്തിലേ ബോധവൽക്കരിക്കുക. ഹോമിയോപ്പതിയെക്കുറിച്ചുള്ളൊരു സാമാന്യ ധാരണ അവർക്ക് അവരുടെ ചേംബറിൽ വെച്ച് തന്നെ കൊടുക്കുക എന്നുള്ളതാണ് ഒരേ ഒരു വഴി. അപ്പോൾ അങ്ങനെ ഇറപ്ഷൻ വരുന്നതുകൊണ്ട് അത് ചില്ലിനെസ് മാറും. അല്ലെങ്കിൽ ഔട്ട് ബ്രേക്ക് ഓഫ് ഡിസ്ചാർജസ്, നേരത്തെ സപ്രസ് ചെയ്ത ഡിസ്ചാർജസ് പുറത്തു വരും. ബൈ ഹെമറേജസ്, രക്തവാർച്ചയെ സപ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് വരും, ഫിസ്റ്റുലയിൽ നിന്നും മറ്റുമൊക്കെ. ബൈ അൾസേഴ്സ് ദാറ്റ് ഈറ്റ് ഇൻ ഡീപ്പ് ആൻഡ് ഫ്ലോ ഫ്രീലി ആൻഡ് ഫിസ്റ്റുലർ ഓപ്പണിങ്. ഈ അൾസേഴ്സൊക്കെ പുറത്തു വരും. അങ്ങനെ പുറത്തു വന്ന ശേഷം അതിൻ്റെ ഡ്യൂ കോഴ്സിൽ അത് നാച്ചുറലായിട്ട്, അല്ലെങ്കിൽ മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ ഹോമിയോപ്പതിക്കായിട്ട് അത് ഹീൽ ചെയ്തു പോകും. അപ്പോഴൊക്കെ അതിൽ ഇടപെടാതിരിക്കുക, മറ്റെന്തെങ്കിലും മരുന്നുകളൊക്കെ കൊടുത്തുകൊണ്ട് അതിനെ കുഴപ്പത്തിലാക്കാതിരിക്കുക എന്ന് മാത്രമേ ഉള്ളൂ. പ്ലാസിബയോ മറ്റോ കൊടുത്തുകൊണ്ട് അതിനെ രോഗിയെ സമാശ്വസിപ്പിച്ച് നിർത്താം. ഇനി കൊട്ടേഷനാണ്. കട്ടിങ് ഇൻ അബ്ഡമൻ ആസ് ഇഫ് ടോൺ ടു പീസസ്. അടിവയറിലിങ്ങനെ വെട്ടുന്ന പോലെ വേദന, അടിവയർ പല കഷ്ണങ്ങളായി മുറിഞ്ഞു പോകും എന്നുള്ള പോലെ. വയലന്റ് കട്ടിങ് മസ്റ്റ് സിറ്റ് ബെൻഡ് ഓവർ പ്രസിങ് വിത്ത് ബോത്ത് ഹാൻഡ്സ്. ഈ വേദന വരുമ്പോഴേക്കും രണ്ടായിട്ട് വളഞ്ഞിരുന്നിട്ട് കൈ രണ്ടും കൊണ്ട് ഈ അടിവയർ ഞെക്കണം. വളഞ്ഞിരിക്കുമ്പോൾ കാലുകൊണ്ടുള്ള ഞെക്കലും കിട്ടും, കൈ കൊണ്ടും കൊടുക്കണം. ഓർ ലീൻ ഫാർ ബാക്ക് ഫോർ ലീഫ്. അല്ലെങ്കിൽ ഈ പിൻഭാഗത്താണെങ്കിൽ എവിടെയെങ്കിലും ഇങ്ങനെ ചാരി ഇരിക്കണം. കനോട്ട് സിറ്റ് അപ്രൈറ്റ്. നേരെ ഇരിക്കാൻ പറ്റില്ല, നാച്ചുറലായിട്ട് നോർമലായിട്ട് ഇരിക്കാൻ പറ്റില്ല. വീണ്ടും കൊട്ടേഷനാണ്. കട്ടിങ് ആൻഡ് ഡ്രോയിങ് ലൈക്ക് ഫോൾസ് ലേബർ പെയിൻസ്. ഫോൾസ് പെയിൻ, പ്രസവ വേദന പോലുള്ള, വെട്ടിമുറിക്കുന്ന പോലുള്ള, വലിച്ചു കീറുന്ന പോലുള്ള വേദന. ദർ ഇസ് ഗ്രേറ്റ് കോൾഡ്നെസ് വിത്ത് ദ പെയിൻസ്. ഈ വേദനയോടൊപ്പം വല്ലാതെ തണുപ്പിൻ്റെതായിട്ടുള്ള അനുഭവമുണ്ട്. വിത്ത് ദ കട്ടിങ് ഇൻ ദ അബ്ഡമൻ ഹി വാണ്ട്സ് ഹീറ്റ്. ഈ അടിവയറ്റിലെ ഈ വെട്ടിമുറിക്കുന്ന പോലുള്ള വേദനയോടുകൂടി
അയാൾക്ക് ചൂടും കൂടി കിട്ടണം. ഹോട്ട് ഡ്രിങ്ക്സ്, ചൂട് പാനീയങ്ങൾ കുടിക്കണം. ഹോട്ട് വാട്ടർ ബാഗ്, ചൂടുള്ള സഞ്ചി, ചൂട് സഞ്ചി അത് വയറ്റിൽ ചേർത്ത് പിടിക്കാൻ പറയും. എ ക്രോണിക് കോൾഡ്നെസ് ഇസ് ഫെൽറ്റ് ഇൻ ദ അബ്ഡമൻ. അടിവയറ്റിൽ ഒരു ക്രോണിക് ആയിട്ടുള്ള കോൾഡ്നെസ്, അയാൾ സ്ഥിരം വേട്ടയാടുന്ന ഒരു തണുപ്പ് അടിവയറ്റിൽ അനുഭവിക്കും. കോൾഡ് എക്സ്റ്റേണലി ആൻഡ് ഇന്റേണലി, പുറത്ത് മാത്രമല്ല അകത്തും തണുപ്പ് തന്നെയാണ്. ഇറ്റ് വുഡ് സംടൈംസ് ബി ക്രൂവൽ ടു ഗിവ് എ ഡോസ് ഓഫ് കാലിക്കാർബ് വെൻ ദ കോളിക് ഈസ് ഓൺ. ഇവിടെയാണ് വീണ്ടും പ്രധാനപ്പെട്ടൊരു കാര്യം. ഇത് ചിലപ്പോൾ, എപ്പോഴും ഇറ്റ് വുഡ് സംടൈംസ് ബി ക്രൂവൽ, ചിലപ്പോൾ ഒരു ക്രൂരത. എന്താണ് ഈ ഒരു അക്യൂട്ട് കണ്ടീഷനിൽ കാലിക്കാർബ് കൊടുക്കുന്നത്, അതായത് കോൺസ്റ്റിറ്റ്യൂഷണൽ മെഡിസിൻ കൊടുക്കുന്നത് ചിലപ്പോൾ ഒരു ക്രൂരതയായിരിക്കും. അത് എപ്പോഴാണെന്നതിനെ കുറിച്ച് കെന്റ് തുടർന്ന് വളരെ വിസ്തരിച്ച് പറയുന്നുണ്ട്. അത് നമുക്ക് ഇത് മൊത്തത്തിൽ വായിക്കുമ്പോൾ മനസ്സിലാകും. ബിക്കോസ് ദ റെമഡി ഫിറ്റഡ് ദ കേസ് കോൺസ്റ്റിറ്റ്യൂഷണലി, ഈ ഔഷധം അയാളുടെ കോൺസ്റ്റിറ്റ്യൂഷണൽ കണ്ടീഷനുമായിട്ട് യോജിക്കുകയാണെങ്കിൽ, ഇഫ് ഓൾ ദ സിംപ്റ്റംസ് ഓഫ് ദ കേസ് വെർ ദോസ് ഓഫ് കാലിക്കാർബ്, അയാളുടെ എല്ലാ ലക്ഷണങ്ങളും കാലിക്കാർബിൻ്റെതാണെങ്കിൽ, യു വുഡ് ബി ലൈക്ലി ടു ഗെറ്റ് ആൻ അഗ്രവേഷൻ, നിങ്ങൾക്കൊരു അഗ്രവേഷൻ ഉണ്ടാകും. ആ അഗ്രവേഷൻ എന്താണ്? ദാറ്റ് വുഡ് ബി അൺനെസറി. ആ അഗ്രവേഷൻ നമുക്കവിടെ വേണ്ട, അൺനെസറി അഗ്രവേഷനാണ്. അതാണ് ഞാൻ പറയുന്നത്, ഒരു കേസിൻ്റെ മാനേജ്മെൻറ്റിൽ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. നമ്മൾ വളരെ ഫെയ്ത്ത്ഫുള്ളൊക്കെ ആയിട്ട് പഠിച്ചു, കേസ് പഠിച്ചു, വളരെ മിടുക്കിയായ ഒരു ഹോമിയോപാത്ത് ഇങ്ങനത്തെ വേദനയായിട്ട് വരുന്നു, നോക്കി കാലിക്കാർബൺ എന്ന് ഉറപ്പാക്കി, എന്നാലാണ്ട് കൊടുത്തു കളയാം എന്ന് വിചാരിച്ചാൽ അവിടെ അനാവശ്യമായൊരു അഗ്രവേഷൻ ഉണ്ടാക്കിയേക്കാം. എന്നാൽ കാലിക്കാർബ് കൊടുക്കാം അക്യൂട്ട് കണ്ടീഷനിൽ, അതിനെക്കുറിച്ച് പിന്നീട് പറയുന്നുണ്ട്. കാരണം ഈ അക്യൂട്ട് ആൻഡ് ക്രോണിക് മാനേജ്മെൻറ്റിൽ അക്യൂട്ട് മെഡിസിൻസും ക്രോണിക് മെഡിസിൻസും അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷണൽ മെഡിസിനും ഏതൊക്കെ സാഹചര്യത്തിൽ കൊടുക്കാം, കൊടുക്കാതിരിക്കാം, കൊടുക്കരുത് എന്നതിനെക്കുറിച്ചുള്ള വളരെ പ്രധാനപ്പെട്ട പാഠങ്ങളാണ് കെന്റ് ഇവിടെ തന്നുകൊണ്ടിരിക്കുന്നത്. അനാവശ്യമായിട്ട് അഗ്രവേഷൻ, ദാറ്റ് വുഡ് ബി അൺനെസറി. ഇനി there are plenty of short acting remedies that would relieve the pain speedily. അപ്പോൾ വളരെ വേഗം ഈ അക്യൂട്ട് പെയിനെ മാറ്റുന്ന അക്യൂട്ട് മെഡിസിൻസ് ധാരാളം ഉള്ളപ്പോൾ എന്തിനതിന് പോകുന്നു? ഇപ്പം ചില ശുദ്ധാത്മാക്കൾ ചോദിക്കും, അത് കോൺസ്റ്റിറ്റ്യൂഷണൽ മെഡിസിൻ അല്ലേ, എല്ലാ സിംറ്റംസും ഇല്ലേ? പക്ഷെ കൊടുക്കരുത്. കാരണം അക്യൂട്ട് കണ്ടീഷനിൽ അയാളുടെ വൈറ്റാലിറ്റി ഏറ്റവും കൂടുതൽ എക്സ്പ്രസ് ചെയ്യുന്നത് ആ ഒരു അക്യൂട്ട് സഫറിങ്ങിലാണ്. അപ്പോൾ ആ അക്യൂട്ട് സഫറിങ്ങിനെ തൽക്കാലം ശമിപ്പിക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അതിന് ശേഷമാണ് ക്രോണിക് മാനേജ്മെൻറ്റിലേക്ക് പോകേണ്ടത്. ആൻഡ് അറ്റ് ദ ക്ലോസ് ഓഫ് ദ അറ്റാക്ക്, ആ കോളിക്കിൻ്റെ ആ ഒരു ബാധ, ആ അറ്റാക്ക് അവസാനിക്കുമ്പോൾ ദ കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡി കുഡ് ദെൻ ബി ഗിവൺ. അത് കഴിയുമ്പോൾ ആ അക്യൂട്ട് ക്രോണിക് മെഡിസിൻ നമുക്ക് കൊടുക്കാം. കോളോസിന്ത് കൊടുത്തു, ബെൽഡോണ കൊടുത്തു, അതിനുശേഷം കാലിക്കാർബാണെങ്കിൽ കാലിക്കാർബ് കൊടുക്കാം. അപ്പോഴേക്കും അക്യൂട്ട് കണ്ടീഷൻ അവിടെ ഇല്ല. അപ്പോൾ പിന്നീടുണ്ടാകുന്ന അഗ്രവേഷനെയും പ്രശ്നങ്ങളും ഈ കോളിക് എന്ന് പറയുന്ന രോഗിയെ വല്ലാതെ വലയ്ക്കുന്ന ആ ഒരു ആസ്പെക്റ്റിനെ ബാധിക്കില്ല. ആ ഒരു ആസ്പെക്റ്റിനെ ബാധിക്കില്ല. മറ്റ് ഡീപ്പായിട്ടുള്ള ആസ്പെക്റ്റിലേക്ക് അത് പോകും. അത് ആവശ്യമാണ്. അല്ലെങ്കിൽ ഈ കോളിക്ക് വർദ്ധിച്ചിട്ട് തീർച്ചയായിട്ടും രോഗി മറ്റു വഴിക്ക് പോകും. ഇഫ് ദ പേഷ്യൻ്റ് ക്യാൻ ബിയർ ദ പെയിൻ ടു ദ എൻഡ്. ഇനി മറ്റൊരു സാഹചര്യം, അതിൻ്റെ അറ്റം വരെ ആ വേദന സഹിച്ചു നിൽക്കാൻ ആ രോഗി പറ്റുമെങ്കിൽ ഇറ്റ് ഈസ് ബെറ്റർ ടു വെയിറ്റ് അണ്ടിൽ ഇറ്റ് പാസസ് ഓഫ് വിത്തൗട്ട് എനി മെഡിസിൻ. ഇനി കോളോസിന്തോ മറ്റോ കൊടുക്കാതെയും പോകാം. എപ്പോഴാണ്? ആ വേദന ഞാൻ സഹിച്ചോളാം, എനിക്കൊരു ക്രോണിക് ട്രീറ്റ്മെൻറ്റാണ് വേണ്ടത്, ഈ അക്യൂട്ട് കണ്ടീഷൻ എനിക്കൊരു മരുന്ന് വേണ്ട, ഞാൻ സഹിച്ചോളാം എന്ന് പറയുന്നവരുണ്ടാവും. അത് ഹോമിയോപ്പതിയെക്കുറിച്ച് നല്ല ബോധ്യമുള്ളവരായിരിക്കും. അങ്ങനെയവർക്ക് ഞാൻ ഡോക്ടേഴ്സിൻ്റെ അടുത്ത് പോകാൻ നേരത്തെ, എൻ്റെ ചികിത്സയ്ക്ക് വേണ്ടി പോകുന്ന സമയത്ത്, ഇപ്പോൾ ഞാൻ പട്ടാമ്പിയിൽ ഡോക്ടർ നിവേദ് എന്ന് പറയുന്ന ഡോക്ടറെ അടുത്താണ് ചികിത്സയ്ക്ക് വേണ്ടി പോകാറുള്ളത്. ഞാനോട് പറയും, ഒരു അക്യൂട്ട് കണ്ടീഷന് വേണ്ടിയിട്ട് ഒരു വേദനയൊക്കെ ആണെങ്കിൽ ഞാൻ സഹിച്ചോളാം, അതിന് വേണ്ടി ഒരു മരുന്ന് തരണ്ട എനിക്ക്. സഹിക്കാൻ പറ്റാത്ത ചില പ്രശ്നങ്ങളുണ്ട്, അത്തരം കാര്യങ്ങൾ ഓക്കെ, അതിന് വേണ്ടിയിട്ടുള്ള ഔഷധങ്ങളാകാം. പക്ഷെ സഹിച്ചു നിൽക്കാവുന്ന കാര്യങ്ങളാണെങ്കിൽ എനിക്ക് അതിനു വേണ്ടി ഒരു മരുന്ന് തരണ്ട. അത് ഹോമിയോപ്പതിയെക്കുറിച്ചും എൻ്റെ ബോധ്യങ്ങൾ കൊണ്ടും, അല്ലാതെ ഇത് മാറും, സ്ഥായിയായിട്ടുള്ള മാറ്റം വരും എന്നുള്ള ഉറച്ച ബോധ്യം കൊണ്ടാണ്. പക്ഷേ സാധാരണ പേഷ്യൻസിൽ നിന്ന് അത്തരം സമീപനം നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റില്ല. ദാറ്റ് സംടൈം ഈസ് ക്രൂവൽ. ചിലപ്പോൾ അത് വളരെ ക്രൂരമായിരിക്കും.
ഒരു അനാവശ്യമായിട്ടുള്ള സഹനമാണ്. ആൻഡ് ദെൻ ദ ഷോർട്ട് ആക്ടിങ് മെഡിസിൻ ഷുഡ് ബി ഗിവൺ. അതുകൊണ്ട് അപ്പോൾ ഷോർട്ട് ആക്ടിങ് മെഡിസിൻസ് അപ്പോൾ കൊടുക്കണം. ഓൾ റിക്കറൻറ്റ് ട്രബിൾസ് ദോസ് ദാറ്റ് കം പീരിയോഡിക്കലി ഓർ ആഫ്റ്റർ ഈറ്റിംഗ് സർട്ടൺ ആർട്ടിക്കിൾസ് ഓർ ഫ്രം എക്സ്പോഷർ ഓർ വിത്ത് എ പീരിയോഡിസിറ്റി ദാറ്റ് ബിലോങ് ടു ടൈം, ഓൾ ദീസ് സ്റ്റേറ്റ്സ് ആർ ക്രോണിക്. അപ്പോൾ ഈ റിക്കറൻറ്റ് ട്രബിൾസ്, ഇടയ്ക്കിടയ്ക്ക് വിട്ടുവരുന്ന പ്രശ്നങ്ങൾ, ചില ഭക്ഷണ സാധനങ്ങൾ കഴിച്ചാൽ വരുന്ന പ്രശ്നങ്ങൾ, തണുപ്പിനോട് എക്സ്പോഷർ ഉണ്ടാകുന്നുള്ള പ്രശ്നങ്ങൾ, പീരിയോഡിസിറ്റി, ഇതെല്ലാം കാണിക്കുന്നത് അണ്ടർലൈയിങ് ക്രോണിക് കണ്ടീഷനിലാണ്. ദേ ആർ നോട്ട് അക്യൂട്ട് ട്രബിൾസ്. അതുകൊണ്ട് ഇവയൊന്നും അക്യൂട്ട് കണ്ടീഷനായിട്ട് കണ്ട് അക്യൂട്ട് മെഡിസിൻ മാത്രം കൊടുത്തുകൊണ്ട് അതിന് മാനേജ് ചെയ്യാൻ നോക്കരുത്. ദേ ആർ സിംപ്ലി എ സ്മോൾ പോർഷൻ ഓഫ് എ ക്രോണിക് മയാസം. ആ ക്രോണിക് മയാസത്തിൻ്റെ ഒരു പോർഷനാണ്. ഇപ്പോൾ ടിപ്പ് ഓഫ് ദ ഐസ്ബർഗ് എന്ന് പറയില്ലേ, വലിയ മഞ്ഞുമലയുടെ അഗ്രം, ഒരു പ്രയോഗം അതേമാതിരിയാണത്. മഞ്ഞുമലയാണ് ആ ക്രോണിക് മയാസം. അതിൻ്റെ പുറത്ത് കാണുന്ന, സമുദ്രത്തിന് പുറത്ത് കാണുന്ന അഗ്രമാണ് ആ ഒരു അക്യൂട്ട് മാനിഫെസ്റ്റേഷൻ. എ സൈഡ് വ്യൂ, അതൊരു ഒരു പാർശ്വവീക്ഷണം, ഒരു വശത്തിൻ്റെ മാത്രം കാഴ്ചയാണ്. ആൻഡ് ഓൾ സച്ച് കേസസ് മസ്റ്റ് ഹാവ് എ കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡി സൂണർ ഓർ ലേറ്റർ. അപ്പം ഇങ്ങനെയുള്ള കേസിന് ആദ്യം ഒരു അക്യൂട്ട് മെഡിസിൻ കൊടുക്കേണ്ടതാണ്, മിക്കവാറും തന്നെ കൊടുക്കേണ്ടതാണ്. പക്ഷേ അതിനുശേഷം ഒന്നെങ്കിൽ വേഗം സൂണർ, അല്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞ്, അതാണ് സൂണർ ഓർ ലേറ്റർ, ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡി കൊടുക്കണം. ഇറ്റ് ഈസ് ട്രൂ relieve violent pain at the first visit, but then you must look deeper and prevent your patient having more trouble. അപ്പോൾ ആദ്യം ഒരു പ്രശ്നമുണ്ടായി, അത് വയലന്റ് പെയിന് നിങ്ങൾ ആദ്യത്തെ വിസിറ്റിൽ ആദ്യമായിട്ട് വരുമ്പോൾ അത് ഹീൽ ചെയ്യണം, കോളോസിന്ത് പോലുള്ള ഔഷധങ്ങൾ കൊടുക്കാം. പിന്നീട് നിങ്ങൾ അതിൻ്റെ ആഴങ്ങളിലേക്ക് ചുഴിഞ്ഞു നോക്കണം. രോഗിക്ക് വീണ്ടും അത് വരാതെ അത് തടയണം. അത് ഡോക്ടറുടെ ഒരു ഉത്തരവാദിത്തമാണ്. കൂടുതൽ പ്രശ്നങ്ങളുണ്ടാകാതെ തടയണം. അതർവൈസ് ഇഫ് യു ഷുഡ് ഗിവ് ബെൽ ഓർ കോളോസിൻസ് ഓർ എനി മെഡിസിൻ ദാറ്റ് സിംപ്ലി ഫിറ്റ്സ് ദ കോളിക്, ദ ട്രബിൾ വിൽ കം ബാക്ക് അഗെയിൻ. ആ ട്രബിൾ വീണ്ടും വരും. യു ഹാവ് നോട്ട് ക്യൂർഡ് യുവർ പേഷ്യൻ, നിങ്ങൾ രോഗിയെ സുഖപ്പെടുത്തിയിട്ടില്ല. ഇത്തരം കാര്യങ്ങൾ എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. ഇതൊക്കെ അങ്ങനെ തന്നെ. യു ഹാവ് ഓൺലി പാലിയേറ്റീവ്, നിങ്ങൾ പാലിയേഷൻ മാത്രമേ ചെയ്തിട്ടുള്ളൂ, പാലിയേഷൻ ആവർത്തിക്കരുത്. അപ്പോൾ കൊളോസിന്തോ ബെലഡോണയോ കൊണ്ട് ഒരു താൽക്കാലിക പ്രശ്നത്തെ, വേദനയെ ശമിപ്പിക്കുന്നത് ഹീലിംഗ് അല്ല, അത് പാലിയേഷനാണ്. ബട്ട് ഓൺ ദ അതർ ഹാൻഡ് യു ടേക്ക് സച്ച് എ കോളിക് ആസ് ഇറ്റ് ഈസ് ഡിസ്ക്രൈബ് ഹിയർ ആൻഡ് കാലിക്കാർ ഫിറ്റ്സ് ജസ്റ്റ് ദീസ് സിംറ്റംസ് അലോൺ. ഇനി അടുത്ത കേസ് ആദ്യം പറഞ്ഞില്ലേ, ഒരു അക്യൂട്ട് കണ്ടീഷനെ ഒരു ക്രോണിക് മെഡിസിൻ കൊണ്ട് ട്രീറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ പാലിയേറ്റ് ചെയ്യുന്ന ഒരു അവസ്ഥ, അത് കാലിക്കാർബിൽ എങ്ങനെ വരുന്നതാണ്. യു ടേക്ക് സച്ച് എ കോളിക് ആസ് ഇറ്റ് ഈസ് ഡിസ്ക്രൈബ്ഡ് ഹിയർ, ഇവിടെ പറഞ്ഞ പോലെ ഒരു കോളിക്ക്, അത് കാലിക്കാർബിൻ്റെ കോളിക്ക്. കാലിക്കാർബ് അതിനെ ഫിറ്റ് ചെയ്ത് എങ്ങനെ ഫിറ്റ് ജസ്റ്റ് ദീസ് സിംറ്റംസ് അലോൺ. ആ ലക്ഷണങ്ങൾ ആ കോളിക്കിന് മാത്രം യോജിക്കുന്നു, അല്ല മറ്റ് കോൺസ്റ്റിറ്റ്യൂഷണൽ കണ്ടീഷന് യോജിക്കുന്നില്ല. ഇപ്പോൾ അയാൾ തണുപ്പിനോട് സെൻസിറ്റീവ് ആയിരിക്കും, അയാൾ ചൂടിനോട് സെൻസിറ്റീവ് ആയിരിക്കാം. അങ്ങനത്തെ ഒരു കണ്ടീഷനിൽ ആൻഡ് ഡസ് നോട്ട് ഫിറ്റ് ദ വോൾ കോൺസ്റ്റിറ്റ്യൂഷൻ, പേഷ്യൻ്റെ കോൺസ്റ്റിറ്റ്യൂഷനോട് കാലിക്കാർബ് യോജിക്കുന്നില്ല. ആ ഒരു അവസ്ഥയിൽ then it is that a constitutional and long acting remedy like Calicarb acts in fullness. ഇങ്ങനത്തെ ഒരു കണ്ടീഷനിൽ പാർഷ്യലായിട്ടുള്ളൊരു അക്യൂട്ട് സ്റ്റേജിന് മാത്രം യോജിക്കുന്ന ഒരു സാഹചര്യത്തിൽ കാലിക്കാർബ് പോലുള്ള ഒരു ക്രോണിക് മെഡിസിൻ കൊടുത്താൽ അത് അതിൻ്റെ പൂർണ്ണതയിൽ പ്രവർത്തിക്കും. പക്ഷേ ആ അക്യൂട്ട് കേസിന് മാത്രം, പിന്നീട് അയാളുടെ ക്രോണിക് കണ്ടീഷൻ എടുത്തുകൊണ്ട് അയാൾക്ക് വേറെ മരുന്ന് കൊടുക്കേണ്ടി വരും. അപ്പോൾ ഇതാണ് പറഞ്ഞത്, ഒരു ക്രോണിക് മെഡിസിൻ അക്യൂട്ട് മെഡിസിനെ പോലെ സാഹചര്യത്തിൽ പ്രവർത്തിക്കുന്ന സാഹചര്യങ്ങളും ഉണ്ടാകാം. പക്ഷേ അത് ടോട്ടാലിറ്റിയോട് യോജിക്കുന്നതാണെങ്കിൽ അവിടെ ഉണ്ടാകുന്നത് അൺനെസറി അഗ്രവേഷൻ ആയിരിക്കാം. ഇറ്റ് ഡസ് നോട്ട് ടേക്ക് ദ യൂഷ്വൽ ലോങ് ടൈം ടു ആക്ട് ആൻഡ് ഈസ് നോട്ട് അറ്റൻഡഡ് വിത്ത് ആൻ അഗ്രവേഷൻ. അപ്പം അങ്ങനെയുള്ള സമയത്ത് ദീർഘസമയം കാലിക്കാർബിൻ്റെ പോലെ ഒരു ലോങ് ആക്ടിങ് റെമഡി സാധാരണ പ്രവർത്തിക്കുന്നത് പോലെ കൂടുതൽ സമയം എടുക്കേണ്ടി വരില്ല, അതിൻ്റെ ഒരു അഗ്രവേഷൻ ഉണ്ടാവില്ല. അവിടെ അതൊരു അക്യൂട്ട് റെമഡിയെ പോലെ പ്രവർത്തിക്കും. അപ്പോൾ ഈ അക്യൂട്ട് കണ്ടീഷനോട് യോജിക്കുന്നത്, അതായത് കാലിക്കാർബിൻ്റെ കോളിക്കിൻ്റെ അക്യൂട്ട് നേച്ചർ മാത്രം കാണിക്കുന്ന ഒരു പേഷ്യൻ്റ് ആണെങ്കിൽ അവിടെ അതൊരു അക്യൂട്ട് റെമഡിയെ പോലെ പ്രവർത്തിക്കും. അതാണ് ഒരു അക്യൂട്ട് മെഡിസിനും ക്രോണിക് മെഡിസിനും വ്യത്യസ്ത സാഹചര്യങ്ങളിൽ പ്രയോഗിക്കുന്ന ചില കേസുകൾ.
ഇതൊക്കെ നിങ്ങളുടെ ചികിത്സയിൽ വളരെ നിങ്ങളെ ജയപരാജയങ്ങളെ നിർണ്ണയിക്കുന്ന ചില പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ഇത്തരം കാര്യങ്ങൾ കെൻഡിങ്ങിനെ സാന്ദർഭികമായിട്ട് പലപ്പോഴും പറയും. കൂടുതൽ വിവരങ്ങൾ നമുക്ക് അടുത്ത എപ്പിസോഡിലേക്ക് കേൾക്കാം. താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ്.